നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മളിന്ന് കേൾക്കാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ, നാനി ചേച്ചി, വെൽക്കം. നിങ്ങൾ 3 പേര് റെഡി അല്ലേ? ഡബിൾ ഹാപ്പി ആണല്ലോ. പിന്നെ എക്സ്ട്രാ ഹാപ്പി. ആര്യ ചേച്ചി ജിഗ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. MJ അങ്കിളിന് എന്നും കാണുന്ന കഴിഞ്ഞും ഭയങ്കര വെറൈറ്റി ഒരു ഹുഡിയൊക്കെ ഒരു ഫ്രീക്കൻ. ആ ഹുഡി ഒന്ന് ഇട്ടേ. 1 a 2 a 3 a 4. ഒടിയന. അതെ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഫ്രീക്കനായി സ്റ്റൈലുണ്ട്. പിന്നെ മധുവങ്ങൾ ഒരു ചെക്കല്ല ഇങ്ങനെ ഒരു ലൈനുള്ള ഉടുപ്പ്. കൊള്ളാം മധുവങ്ങൾ, സുന്ദരമായിട്ടുണ്ട്. 3 പേരും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി എന്നെ പറ്റി പറയൂ. മീനൂട്ടി വളരെ സുന്ദരിയായിട്ടുണ്ട്. നല്ല രസമുള്ള പിങ്ക്. പറയൂ. ലോകത്തൊരു സുന്ദരി ഉണ്ടെങ്കിൽ അത് എന്റെ മോള് മാത്രം. ഓക്കെ, ഐശ്വര്യമായിട്ട് തുടങ്ങാം. തീർച്ചയായിട്ടും. ആദ്യത്തെ ആളെ വിളിക്കട്ടെ ഞാൻ. மேடைக்கு வர போகிறது யாரு? அந்த கேள்வியை நான் உங்ககிட்ட கேட்கிறேன். துர்காவா? இன்னைக்கு துர்காஷ்டமியா? നാജോലെ കണ്ടിട്ട് ചോദിച്ചതാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ശരി നഗുലേട്ടാ, നമുക്ക് വിളിക്കാം. വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. ആരെ തിളങ്ങി വരുന്നേ? അതെ, എന്തൊരു തിളക്കമാണ് നോക്കിയേ. ഹലോ ദുർഗക്കുട്ടി. ഈ ദുർഗക്കുട്ടീനെ കാണാനുണ്ടല്ലോ, ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർ ശരിക്കും ചേച്ചിയെ പോലെ തന്നെ ഉണ്ട്. ഒരു കുഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച പോലെ അല്ലേ? ദുർഗു, എന്തോ ഇന്ന് ഏത് പാട്ടാണ്? ഇന്ന് അമ്മക്കിളിക്കോടിതിൽ. ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. ഡെഡിക്കേഷൻ അല്ലേ? വെരി ഗുഡ്. ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലെ എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഞാൻ എൻ്റെ അപ്പൂപ്പന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് 3 വർഷം കൊണ്ട് ഗാന്ധി ഭവൻ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള അപ്പൂപ്പനെ അമ്മൂമ്മമാരെയും ഒക്കെ കണ്ടപ്പം എനിക്കൊരു കഥ ഓർമ്മ വന്നു. ഒരു വീട്ടിലൊരു അച്ഛനും അമ്മയും കുട്ടിയും പിന്നെ ഒരു അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ മുറിലോട്ടൊന്നും ഈ കുട്ടിയെ കയറ്റത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ അപ്പൂപ്പനോട് മിണ്ടാനും ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. ആ അപ്പൂപ്പൻ ആഹാരം കൊടുക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും അഴുക്കായ പാത്രത്തിനകത്തൊക്കെ ആയിരുന്നു. അങ്ങനെ നോക്കാതായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ അപ്പൂപ്പൻ അങ്ങ് മരിച്ചുപോയി. അപ്പം ഈ അപ്പൂപ്പന്റെ സാധനങ്ങളെല്ലാം ചിതയിലിടുന്ന കൂട്ടത്തില് അപ്പൂപ്പന്റെ ഈ പാത്രം ചിതയിലിടാൻ പോയപ്പം ആ കുട്ടി അതെടുത്തു. അപ്പൊ അതിന്റെ അച്ഛൻ ചോദിച്ച്, എന്തിനാ ഈ പാത്രം നീ എടുത്തേന്ന്? അപ്പൊ പറഞ്ഞ്, അച്ഛനും അമ്മയും പ്രായമാകുമ്പം നിങ്ങൾക്ക് 2 പേർക്കും ഈ പാത്രം തരാനാണെന്ന് പറഞ്ഞു. ഞാൻ വലുതാവുമ്പം ഇങ്ങനൊന്നും എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ വീട്ടിൽ തന്നെ പൊൻപോലെ നോക്കൂ എന്ന് തീരുമാനം എടുത്തു. വെരി ഗുഡ്. നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്ന് നമുക്ക് 2 അതിഥികളുണ്ട്. ഭുവനചന്ദ്രൻ സാർ, നമസ്തേ. നമസ്കാരം. വെൽക്കം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരുപാട് പഴയ എപ്പിസോഡുകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഓർക്കുന്നു. പിന്നെ TP മാധവൻ സാർ അവിടെ ആയിരുന്നല്ലോ അവസാനത്തെ കാലഘട്ടങ്ങളിൽ, അതെല്ലാം ഓർക്കാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒത്തിരി ആൾക്കാരെ വളരെയധികം സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കുന്നതിന് പ്രത്യേകം ഈ അവസരത്തിൽ ഒരുപാട് സ്നേഹവും നന്ദിയും പറയുകയാണ്. നമ്മുടെ കുഞ്ഞിനും അവിടെ വന്നപ്പോഴത്തേക്കും അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണെന്ന്. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മൾ അത്രയും സ്നേഹിക്കുന്നതാണ്. അപ്പൊ കുഞ്ഞ് സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് സ്നേഹമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ദുർഗമോള് പറഞ്ഞ അതാണ് ഗാന്ധി ഭവൻ നൽകുന്ന സന്ദേശം. എത്ര മാതാപിതാക്കളെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു സന്ദേശം അവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഗാന്ധി ഭവന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മോള് സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ കാരുണ്യത്തിലും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മുടങ്ങാതെ തന്നെ ഗാന്ധി ഭവനിൽ വരികയും അമ്മമാരുമായിട്ട് സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അമ്മക്ക് അവിടുത്തെ അച്ഛനമ്മമാരുടെ എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിഭവന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ പൊന്നലൂർ സോമരാജൻ സാറ് മോള് സംഗീതത്തെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യ സ്നേഹം സംഗീതമായി ജീവിതത്തെ സ്വീകരിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ത്യാഗം, സമർപ്പണം, അതൊക്കെ ഇന്ന് അനേകായിരങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്
ഗാന്ധിഭവന്റെ ഒരു പ്രസക്തി. സന്തോഷമുണ്ട്, മോക്ക് പ്രാർത്ഥനയുണ്ട്. അതുപോലെ എം ജെ ഞങ്ങളെ ഞാനും ഈ പറയുന്ന ഞാൻ ഷൂട്ടിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് ഗാന്ധിഭവൻ. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പുറത്തുനിന്ന് കേൾക്കുന്നതൊക്കെയും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഭയങ്കര ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും എന്നാണ് അങ്ങോട്ട് പോകുന്നവരെയും നമ്മൾ പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോലും തിരിച്ചു പോരാൻ തോന്നത്തില്ല. അങ്ങനെ ഒരു സ്ഥലമാട്ടോ അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം അവർ വെറുതെ ഇരിക്കുന്ന ഒരു സമയമേ ഇല്ല. ഓരോ ആക്ടിവിറ്റീസ് അവിടെ കുക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ട് കുറച്ചായി, പക്ഷെ എന്നാലും എന്ത് വൃത്തിയായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അവിടുന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ. അപ്പൊ എനിക്കും ഇന്ന് നിങ്ങളിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അവര് ടോപ്പ് സിംഗർ സ്ഥിരമായി കാണുന്ന ആൾക്കാരാണ്. എന്റെ അടുത്ത് ഇടയ്ക്ക് പരാതി പറയാം, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം കൂടെ ടി വി വെച്ച് തരാൻ പറയണം കേട്ടോ. ഫുൾ ടൈം ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ടി വി ഓഫ് ആക്കി വെക്കും. ഞാൻ തന്നെ ഉള്ളപ്പം ഒത്തിരി പ്രാവശ്യം നടന്നിട്ടുള്ളതാണ്. അപ്പം അമ്മമാരൊക്കെ എപ്പോഴും പറയുന്ന കാര്യം. അന്ന് വന്നതിലേക്ക് ഒരുപാട് ആളുകൾ കൂടി. ഇപ്പൊ പത്തനാപുരത്ത് തന്നെ 1500ഓളം പേരുണ്ട്. അപ്പൊ ഈ സ്ഥലപരിമിതിയൊക്കെ മനസ്സിലാക്കി നമ്മുടെ പത്മശ്രീ യൂസഫ് അലി സാറ് ഒരു 15 കോടി രൂപ മുടക്കി അമ്മമാർക്ക് വേണ്ടി ഒരു വീട് പണിഞ്ഞു തന്നു, ഒരു ബഹുനില മന്ദിരം പണിഞ്ഞു തന്നു. ഇപ്പൊ അത് അമ്മമാരിപ്പോ 2 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം 20 കോടി രൂപ മുടക്കി ഒരു ബഹുനില മന്ദിരം പണിത് അതിന്റെ പണി പൂർത്തിയായി. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ കരുതലുണ്ട്. ദുർഗു, ഞാൻ എപ്പോഴും കരുതുന്നു നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തിരിച്ച് വേറൊരു രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ചിലപ്പോൾ 10 ഇരട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കൊടുക്കുന്നില്ലേ ഇത്രയും സ്നേഹം, അതുകൊണ്ട് ദുർഗുവിന് നമ്മുടെ സ്നേഹം ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 ഇരട്ടി അങ്ങോട്ട് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പാട്ടിലേക്ക് കിടക്കാം. പാട്ടും സ്നേഹമാകട്ടെ. പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ? ഫിലിം അമ്മക്കിളിക്കൂട്, ഇയർ 2003, മ്യൂസിക് രവീന്ദ്ര മാഷ്, ലിറിക്സ് കൈതപ്പുറം ദാമോദരൻ സാർ, പാടിയത് എം ജി ശ്രീകുമാർ സാർ. ഇതിന് ഡയറക്ടർ പത്മകുമാർ ഏട്ടനാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഷിക്കാർ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പത്മകുമാർ ഏട്ടന് ഒരു നമസ്കാരം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നൈസ് നൈസ് നൈസ്. താങ്ക് യു. ആഹാ, വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. അത് മാത്രമല്ല, ഗാന്ധി ഭവനെ പറ്റി പറയുമ്പോഴത്തേക്കും അത് അമ്മ കിളിക്കൂടാണ്, അതൊരു നന്മ കിളിക്കൂടുമാണ്. അപ്പോൾ ഈ ഡെഡിക്കേഷൻ ഏറ്റവും കൃത്യമാണ്. അപ്പോൾ മോള് ഇത് അറ്റംപ്റ്റ് ഇസ് ഗുഡ്. താങ്ക് യു സാർ. അത് ഞാൻ പറയാം. ഈ പാട്ടിന്റെ രാഗം അറിയാമോ? ഇല്ല. പറയട്ടെ. അതിന്റെ പേരാണ് ശുദ്ധ സന്യാസി. എന്താണ്? ശുദ്ധ സന്യാസി. ആ, കറക്റ്റാണോ ഞാൻ പറഞ്ഞത്? ശരിയാണ്. ഒരക്ഷരം. ഓക്കെ, ചുമ്മാ പറഞ്ഞാണ്. ശുദ്ധ ധന്യാസി. ധന്യാസി എന്താണ്? ധന്യ. ധന്യാസി. ആ, ശുദ്ധ ധന്യാസി. ധന്യാസി. ഓർക്കസ്ട്ര ഗംഭീരായിരുന്നു. പിന്നെ നമ്മുടെ ഡുവോ ഉണ്ടല്ലോ ഇവിടെ, നമ്മുടെ ആനന്ദ് ഭായിയും മുരളി ഭായും കൂടി ആടിച്ച് മുരളിയാസനും ആനന്ദാസനും. അതിങ്ങനെ തകതിന് 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 തകതിന്, അങ്ങനെയല്ലേ? അന്ന് വായിച്ച് കേൾപ്പിക്കാമോ ഒന്നൂടെ? തകതിന് 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 തകതിന്. ആ, അത് തന്നെ അത് തന്നെ. ആ തകതിന് തകതിന് അസാധ്യമായിരുന്നു. മോള് പാടിയത് അമ്മ കിളി കൂടിയതിൽ എന്നല്ലേ? അമ്മ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, അല്ലേ? നന്മ കിളി കൂടിയത്, അങ്ങനെ ഒന്ന് പാടി കേൾപ്പിക്കാമോ? അമ്മ കിളി. അമ്മ അമ്മ. ആ, അമ്മ കിളി ആ. കൂടിയതിൽ. അടുത്ത നന്മ അതുപോലെ തന്നെ. നന്മ കിളി. നന്മ. നന്മ കിളി കൂടിയതിൽ. ഓക്കെ, ബാക്കിയുള്ള സംഗതികളെ കുറിച്ച് സംഗതികളുടെ രാജാവായിട്ടുള്ള മധു പറയും. ഞാനിപ്പോ പറയാൻ പോകുന്നത് ഇതിന്റെ ഡൈനാമിക്സിനെ പറ്റിയാണ്. ഇപ്പൊ ആദ്യം തുടങ്ങിയപ്പോഴത്തേക്കും ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ മെലഡി അല്ലേ, അമ്മ കിളിക്കൂട്. അത് കഴിഞ്ഞിട്ട് 1000 രാവുകൾ കൂട്ടായി നിൽക്കാം ഞാനില്ലേ. അപ്പൊ അതിന്റെ താളം എങ്ങനെയാണ്? താനന താനന താ 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 താ, ഇല്ലേ? അതെന്തിനാണ് അങ്ങനെ ഒരു ഫ്രേസിങ് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാസ്റ്റർ? ആദ്യം തുടങ്ങിയെന്നും ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ അത് പാടണം. അപ്പൊ 1000 രാവുകൾ കൂട്ടായി, അതെങ്ങനെ പാടും? 1000 രാവുകൾ കൂട്ടായി നിൽക്കാം ഞാൻ. ആ, ഇപ്പൊ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല പാടുന്നേ, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ലാതെ 1000 രാവുകൾ കൂട്ടായി നിൽക്കാം ഞാൻ. ആ, അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന പോലെ, ഒരു തീരുമാനം എന്ന് പറയില്ലേ, ആ രീതിയിൽ വരണത്. അപ്പൊ കുറച്ചുകൂടി ഡൈനാമിക്സ് അവിടെ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ ചരണത്തിലും അതുപോലെ ഇല്ലേ? ഇരുളിന്റെ വിരിമാറിലൊരു കുഞ്ഞു തിരിനാളമുത്തായി മാറും ഞാൻ. ഇവിടെ പാടുമ്പോഴേ മുത്തായി മാറും ഞാൻ, അത് മുത്തായിട്ട് മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? മുത്തായി മാറും ഞാൻ. ആ, എന്നിട്ട് ആ മെലഡി അമ്മക്കിളി കൂടുതൽ വരുമ്പോഴാണ് അതിന് വ്യത്യാസം വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവണല്ലോ ദുർഗുവിന്? അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ല ഒരു പാട്ട് പാടുക, അതിൽ വ്യതിയാനങ്ങൾ വേണം, ഉയർച്ചകളും താഴ്ചകളും വേണം ശബ്ദത്തിൽ. അപ്പൊ ദുർഗു അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഈ പാട്ടിൽ എനിക്ക് മിസ് ചെയ്ത 2 കാര്യങ്ങളിൽ ഒന്ന് ഈ ഡൈനാമിക്സ് ആണ്. ഓക്കെ, പിന്നെ ഈ സംഗതികൾ പാടുന്നത് അത് കൂടുതൽ കൃത്യമായിട്ട് പറയും. സംഗതികൾ പാടുന്നത് അതിന് ക്ലാരിറ്റി കുറവാണ്. പിന്നെ MG അണ്ണൻ സംഗതികളുടെയൊക്കെ ഒരു ഗംഭീര ആളായതുകൊണ്ട് അദ്ദേഹം ഇഷ്ടം പോലെ സംഗതികൾ ഇതിൽ രവീന്ദ്ര മാസ്റ്റർ MG അണ്ണനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ സ്നേഹമുള്ള പാട്ടുമാണ്. അപ്പൊ സെലക്ഷൻ ഇസ് വെരി ഗുഡ്. പാട്ടിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, റൈറ്റ്. എന്താ ഇങ്ങനെ ഇത്ര പാവമായിട്ടിരിക്കണേ? അങ്ങനെ പാവമായിട്ട് പാടേണ്ട പാട്ടുണ്ട്, രൗദ്രതയിൽ പാടേണ്ട പാട്ടുണ്ട്, ഹാപ്പി ആയിട്ട് പാടേണ്ട പാട്ടുണ്ട്, എല്ലാ രസങ്ങളിലും പാടേണ്ട പാട്ടുകളുണ്ട്. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഭാവം വേണം. പല ഭാവങ്ങളും നന്നായി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില ആദ്യം തന്നെ ഇച്ചിരി ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അമ്മക്കിളി കൂടുതൽ ഇത് പാടിയപ്പോൾ കൂടിയതിൽ എന്നുള്ളത് ഇത്തിരി ഫ്ലാറ്റായിരുന്നു. കൈവന്ന പുണ്യമായി നോവുകൾ നെഞ്ചോട് ചേർക്കും, അത് പാടിയില്ലേ? അതിൽ രണ്ടാമത് പാടുമ്പോൾ ആ സംഗതികളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഏകദേശം. അപ്പൊ ഒന്ന് പാടാമോ? ഫസ്റ്റ് അനുപല്ലവിയിലെ ഭാഗം ഒന്ന് പാടുമോ? കൈവന്ന പുണ്യമായി. കൈവന്ന പുണ്യമായി നോവുകൾ നെഞ്ചോടു ചേർക്കും. സെക്കൻഡ് ടൈം. കൈവന്ന പുണ്യമായി നോവുകൾ. നോവുകൾ താരറാ. നോവുകൾ നെഞ്ചോടു ചേർക്കും. യെസ്, ഇത് കുറച്ചും കൂടി ബെറ്ററായി.
അത് ടേക്കിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പോൾ ആ കോൺഫിഡൻസിൻ്റെ കുറവാണ്, പേടി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാനിത് നന്നായിട്ട് പാടും, എനിക്കിതെല്ലാം ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ എല്ലാവരും ഈ പാട്ട് ഞാൻ പാടി ഇഷ്ടപ്പെടുത്തും എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഇവിടെ വരാനും പാടാനും. ഓക്കെ ഓക്കെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് ഇപ്പൊ ഇവർ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഞാൻ ഗുഡ് പാർട്സ് പറയാം. ഓക്കെ, എനിക്ക് ദുർഗക്കുട്ടിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. ദുർഗക്കുട്ടി ചിലപ്പോൾ പാടിക്കഴിഞ്ഞാൽ തന്നെ ചില പാട്ടുകൾ ആ ഒരു വോയിസിന്റെ ആ പ്രത്യേകത കൊണ്ട് ഭയങ്കര സ്വീറ്റായി മാറും, പെട്ടെന്ന് ഭയങ്കര നിഷ്കളങ്കമായി മാറും. പിന്നെ ഒന്ന് ഈ ഹയർ ഫ്രീക്വൻസീസിലോട്ട് പോകുമ്പം കുറച്ചും കൂടെ ഹോൾഡ് ഉണ്ട് ആക്ച്വലി പാടുന്ന കാര്യങ്ങൾക്ക്. 3 ഉണ്ടായ പ്രോഗ്രസ്, അത് ആദ്യം പാടുന്ന പോലെയല്ല, ഇപ്പൊ പാടുമ്പം ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം, പേടി മാറ്റി വെക്കണം, ഇല്ലേ? ശുദ്ധധന്യാസി രാഗത്തില് ജസ്റ്റ് ഒരു സ്വരം വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് സോങ് പാടുന്ന പോലെയാണല്ലോ ഞാൻ മുന്നേ ചെയ്തിരുന്ന ഒരു പാറ്റേൺ. അപ്പൊ നമ്മുടെ ഷേപ്പ് ഓഫ് യു എന്ന് പറഞ്ഞ പാട്ടുണ്ട് എഡ് ഷീറിന്റെ, അത് ഞാൻ ശുദ്ധധന്യാസിയിലത്തെ കുറച്ച് സ്വരങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടാണ് യൂട്യൂബ് വീഡിയോ ആക്കിയതും അത് പിന്നെ അമിതാഭ് സർ ഷെയർ ചെയ്തതും. അപ്പൊ എനിക്ക് ഈ രാഗം ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക്, ശുദ്ധധന്യാസി എന്ന് പറഞ്ഞ രാഗം. അതോങ്കിൾ, നമ്മൾ ഈ സിനിമയുടെ കാര്യമൊക്കെ തുടക്കത്തിൽ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ. അപ്പൊ ഇതില് തന്നെ ഒരു നല്ല സോങ് ഇല്ലേ, ദാസങ്ങൾ പാടിയിട്ടുള്ള ഒരു പാട്ട്, അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാടിത്തരോ? വെണ്ണക്കൽ കൊട്ടാരവാതിൽ അല്ലേ? നമുക്കായി തുറക്കാം. തുറക്കൂ പ്ലീസ് മധോങ്ങൾ, ഒന്ന് തുറക്കൂ. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും, സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും, പുതിയൊരു പുലർക്കാലം തിരിയുഴിയുകയായി, മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി, പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും, സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. ഈ പഴയ കാലത്തൊക്കെ പറയും ബലേ ഭേഷ് സബാഷ് എന്നൊക്കെ പറയാൻ അതൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാനിവിടെ ശ്വാസം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ സംഗതി വരുന്നത് അതാ So today Durgu going to be awarded 96 on 100. ഓൾ ദ ബെസ്റ്റ്. അടുത്ത പാട്ട് പേടിക്കാണ്ട് നല്ല ഉഷാറായിട്ട്, ആദ്യമായിട്ടല്ലേ നമ്മൾ ഒരാളുടെ അടുത്ത് പാവാവരുത് എന്ന് ബൈ. മധു അങ്കിൾ, ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് കേട്ടാലോ? അതെ, ആഗ്രഹമുണ്ട്. ഞാൻ റെഡി. 3 പേരും റെഡി. ഞാൻ ഓൾറെഡി റെഡി. ഡ്യുവറ്റ് കേൾക്കാൻ ഈ ഡ്യുവറ്റ് നമ്മളെല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്യുവറ്റാ. എല്ലാ റൗണ്ട് വരുമ്പോഴും ഒരു റയർ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഒരു നല്ല ഒരു കുഞ്ഞി കോംബോ ആണ് വരുന്നത്. നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയും അക്കീതി കുട്ടിയും എത്താണ് ഒരു ഡ്യുവറ്റ് സോങ്ങുമായിട്ട്. സോ ലെറ്റ്സ് വെൽക്കം അക്കീതി ആൻഡ് കുഞ്ഞാറ്റ ഓൺ സ്റ്റേജ്. മീനുട്ടി, ഇവിടെ ആരാണ് നിൽക്കുന്നത്? ഫേമസ് ആയിട്ടുള്ള 2 ആൾക്കാർ. അതെ, അയ്യോ പിന്നെ അതെ. എവിടുന്ന് കിട്ടി ഉടുപ്പൊക്കെ? എവിടുന്ന് കിട്ടി ഒരുപോലെ? അത് ഒരു കഥയാണത്. വാട്ട് ഈസ് ദ കഥ? അതെ, ഞങ്ങളുടെ ഡ്യുവറ്റ് പെർഫോമൻസിന് ഞങ്ങൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഒരു ചേച്ചിക്ക് ഞങ്ങളെ പെട്ടെന്ന് മനസ്സിലായപ്പോ ഞങ്ങളുടെ വന്ന് ഡോറൊക്കെ തുറന്നു തന്നു. അപ്പൊ ഞങ്ങൾ ആ കടയിലാട്ട് കയറിയപ്പോ ഞങ്ങളിങ്ങനെ കൊറേ ഉടുപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവര് ഓരോ ഉടുപ്പൊക്കെ തരുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴും ആ ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലായിട്ടാണ് തോന്നുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഞങ്ങള് വിചാരിച്ച ചേച്ചി അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല. ചേച്ചി ഇങ്ങനെ നോക്കണ്ട. അപ്പൊ ഞങ്ങള് നോക്കിയപ്പോ പെട്ടെന്ന് പറഞ്ഞ്, ഇത് ടോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടികളല്ലേ, ഇത് കുഞ്ഞാറ്റയല്ലേ, അഗീതിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി മനസ്സിലായി. അപ്പം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അല്ല, ഞങ്ങക്ക് കൊറേ ഡിസ്കൗണ്ടില് വില കുറച്ച് തന്നു. അപ്പൊ ഈ കോസ്റ്റ്യൂം ഇട്ട് പാടാൻ പോകുന്ന പാട്ട് ഏതാ ഇന്ന്? കുഞ്ഞിമണിക്കൂട്ടിൽ
സമ്മർ ഇൻ ബാത്ലഹേം. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. മൂവി സമ്മർ ഇൻ ബത്ലഹേം, വർഷം 1998. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് വിദ്യാസാഗർ സാർ, പാടിയത് ചിത്രാമയും MG ശ്രീകുമാർ സാറും. ആഹാ, അപ്പൊ നന്നായി പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുന്നിമണി കൂട്ടിൽ കുറുകിക്കൊണ്ടാടും
മീനുകുട്ടി എന്തോ ഇവരെ ഇങ്ങനെ കാണുമ്പോഴേ ഉം. ഈ സമ്മർ ഇൻ ബത്ലഹേം എന്നൊക്കെ കേൾക്കുമ്പോഴേ ഉം. ഉടനെ മനസ്സിൽ കവിത കൊട്ടുത്. ഏത് കവിതയാ കൊട്ടിയത്? ഇവർ രണ്ടുപേരും ആ. ഒരു ആകാശത്തിലെ ആ. 2 നക്ഷത്രങ്ങളെ പോലെ. ഓ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഒരേ കൊമ്പിലിരിക്കുന്ന ഉം. 2 കുരുവികളെ പോലെ. കിന്നരി പ്രാക്കളെ പോലെ. എനിക്ക് ആ നക്ഷത്രങ്ങളെ എന്ന് പറഞ്ഞപ്പോ വെള്ളി നക്ഷത്രം ഓർമ്മ വന്നു. അത് ഞാൻ ചെയ്തതാണ്. ഡുവറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ഒരേ ചോക്ലേറ്റിന് രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യുന്ന പോലെയാണ് അല്ലേ? രണ്ടുപേരും ആ മധുരം നുണയുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗംഭീരം. Yes. പിന്നെ ഡുവറ്റിന് വേറൊരു കാര്യമുണ്ട്. ഒരാൾ മാത്രം പാടുമ്പോൾ ഒരു കളറായിരിക്കും അല്ലേ? ഇപ്പോ കുഞ്ഞാറ്റ നീല കളറാണെന്ന് വെച്ചോ, നമ്മുടെ അഗൈതി ചുവന്ന കളറാണെന്ന് വെച്ചോ, ചുവപ്പാണെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ ബ്ലൂവും അവിടെ റെഡും അല്ലേ? അപ്പൊ അഗൈതി മാത്രം പാടുമ്പോൾ ഒരു റെഡ് കളർ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞാറ്റ മാത്രം പാടുമ്പോൾ ഏത് കളർ കാണാൻ പറ്റും? ബ്ലൂ കാണാൻ പറ്റും. പക്ഷെ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഏത് കളർ കാണാൻ പറ്റും? വയലറ്റ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ശരിക്കും പേർപ്പിൾ എന്ന് പറഞ്ഞ കളറിലേ. അപ്പൊ വയലറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഈ പേർപ്പിൾ കളർ ഒരാൾ മാത്രം പാടിയാൽ കിട്ടില്ല. നിങ്ങൾ രണ്ടും കൂടെ പാടിയപ്പോൾ ഈ പാട്ടിന് ഒരു പേർപ്പിൾ കളർ ആയി മാറിയിട്ടുണ്ട്. ഗംഭീരം, ഗംഭീരം. പിന്നെ എന്താ വെച്ചാ പല്ലവി തുടങ്ങുന്നില്ല ആദ്യത്തെ പാട്. സി വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോ ചുമ്മാ പാടില്ലേ, ഇങ്ങനെ ചില്ല ഔട്ട് ആവണം. അതിന് പകരം ഇപ്പൊ കുന്നുമണി വരുവേ കുന്നിമണി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടൂല. അപ്പൊ ചില്ല ഔട്ട് ആയിട്ടൊന്നും പാടാൻ പറ്റുമോ? അഗൈതി മണിത്തിങ്കൾ തേരിൽ വരുന്നുണ്ട് മാരൻ കുണുങ്ങിക്കൊണ്ടണിഞ്ഞൊരുങ്ങ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീലിംഗ് എങ്ങനെയുണ്ട്? കുറച്ചുകൂടി ഈസി അല്ലേ? നമുക്ക് ടെൻഷൻ കുറഞ്ഞില്ലേ? അതാണ് പരിപാടി. ഇവിടെ പോരട്ടെ. കുന്നിമണി കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ. ആഹാ, ഇപ്പൊ അരിപ്രാവും വന്ന്, കുറുമ്പും വന്ന്, കുന്നുമണിയും വന്ന്, എല്ലാം വന്ന്. മറ്റേ എന്തോ ആയിരുന്നു? പാടി നന്നായിരുന്നു കേട്ടോ. അങ്കിള് ഈ പ്രശ്നങ്ങളെ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടി കേട്ടാ. പിന്നെ കുഞ്ഞാറ്റ ശബ്ദം വേണമെങ്കിൽ ഈ പാട്ടിന് കുറച്ചൊന്ന് ലൈറ്റ് ആക്കാം. അപ്പൊ അതെപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. അഗൈതിക്ക് നേരെ ഡിഫറെന്റ് ആണ്. അഗൈതി കുറച്ചും കൂടെ ശബ്ദം നമുക്ക് വരാം. കാരണം അഗൈതിയുടെ ശബ്ദം വളരെ സോഫ്റ്റ് ആണ്. ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കും. അപ്പൊ മൈക്ക് അടുപ്പിച്ചു വെക്കാം, കുറച്ചും കൂടെ ശബ്ദത്തിൽ പാടാം. അപ്പൊ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അഗൈതിക്കുട്ടി എന്തോ ആൻഡ് കുഞ്ഞാറ്റക്കുട്ടി എന്തോ നല്ല ചേർച്ചയായിരുന്നു. നിങ്ങളുടെ ആ ഒരു നിപ്പും ആ പാട്ടും നിങ്ങളുടെ മൂവ്മെന്റ്സും എല്ലാം വളരെ നല്ല രസമായിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പാടിയതും അതുപോലെ തന്നെ നല്ല രസമായിട്ട് പാടി രണ്ടുപേരും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കും കൂടുതൽ പറയാനുള്ളത്. കുഞ്ഞാറ്റ പാടിയതിൽ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്, മൈലാഞ്ചി കയ്യിൽ പൂവിതൾ വളയുമായി. അതെങ്ങനെയാ? മൈലാഞ്ചി കയ്യിൽ പൂവിതൾ വളയുമോ. അപ്പൊ ഇതൊക്കെയാണ് തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും MJ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ரொம்ப ரொம்ப പിടിച്ചെടുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞാറ്റക്കിളി എന്തോ അഖേദിക്കുട്ടി എന്തോ എന്തൊരു എനർജിയാണ് നിങ്ങൾക്ക്. ഇവിടെ നിന്നിട്ട് കാണാൻ ഭയങ്കര രസം, കേൾക്കാനും ഭയങ്കര രസം. നല്ല പ്രോഗ്രസ് കാണാനുണ്ട് രണ്ടുപേർക്കും. അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രസ് കാണാനുണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി ഭയങ്കര ഇഷ്ടമായി ഈ പാട്ടിന്റെ. ആസ് എ ഡ്യുവറ്റ് നിങ്ങൾ രണ്ടുപേരും ആ ഒരു എനർജി ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിലുള്ള ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ കേട്ടോ. കുഞ്ഞാറ്റക്കിളിക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെയാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കറക്റ്റായിട്ട് ഏത് അക്ഷരമാണെന്നടക്കം ക്ലിയർ ആണെന്ന് തോന്നുന്നു കുഞ്ഞാറ്റയ്ക്ക്. പക്ഷെ അതേസമയം അഗൈതിക്കുട്ടി അത് ഡിസ്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് എനിക്ക് നിങ്ങൾ തമ്മിലുള്ളൊരു ഡിഫറൻസ് ആയിട്ട് ആകെ തോന്നിയത് കേട്ടോ. ബാക്കിയൊക്കെ ഒരുപോലെ നല്ല എനർജി, നല്ല ഉടുപ്പ്, നല്ല പെർഫോമൻസ്, ക്ലാരിറ്റി കുറച്ചും കൂടെ വന്നിട്ടുണ്ട് സിംഗിങ്ങില്. നല്ല രസം. മൊത്തത്തിൽ ഞാൻ ഇവിടുന്ന് ഭയങ്കര എൻജോയ് ചെയ്തു. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ടൈം യു ഗൈസ് സിംഗ് ബെറ്റർ. ഓക്കെ, സ്കോറിലേക്ക് കടക്കാം നമുക്ക്. ആര് പറയണോ സ്കോർ? ആരായാലും കുഴപ്പമില്ലല്ലേ? രണ്ടുപേരും കൂടെ തീരുമാനിച്ചു പറ. അതെ, മൂന്നുപേരും മൂന്നുപേരും പറഞ്ഞ മാർക്ക് കുറഞ്ഞോ? അല്ല, മാർക്ക് കുറയാതെ പറഞ്ഞു നോക്കൂ. മധു പറഞ്ഞ ഏറ്റവും അധികം മാർക്കായിരിക്കും.
ആര്യ പറഞ്ഞ കുറച്ചുകൂടെ കുറവായിരിക്കും. ഞാനാണെങ്കിൽ ഏറ്റവും കുറവായിരിക്കും. ഏത് വേണം? മധു സാർ ആ പറഞ്ഞു. അപ്പോ അഖൈതി കുട്ടി ആൻഡ് സുഭദ്രക്കുട്ടി, എന്തോ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.75 സുഭദ്രക്കുട്ടി, താങ്ക് യു 97.5 ഫോർ അഖൈതി കുട്ടി. നല്ല മാർക്കൊക്കെ കിട്ടി രണ്ടുപേർക്കും. കാണാൻ സുന്ദരികളായിട്ടുണ്ട്. ഇനി സുന്ദരികളായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഡ്യുവറ്റ് പെർഫോമൻസ് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് ഏതാ? മെലഡി ഡെഡിക്കേഷൻ ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ഇനി പുതിയതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ ബൈ. മധുകൾ, ഓ ഇനി ആരാ പാട്ട് പാടാൻ വരുന്നത്? ഏത് പാട്ടാന്നറിയാമോ? ആരുവാ? ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ്. ആണോ? ലിറ്റിൽ ഏഞ്ചൽ ആണെങ്കിൽ ഒരു കുട്ടികളുടെ പാട്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അപ്പൊ ഒന്ന് ഗസ്റ്റ് ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആ കിട്ടി, മനസ്സിലായി. ഏതാ? പച്ചപ്പുൽച്ചാടി മഞ്ഞപ്പുൽച്ചാടി ചമലപ്പുൽച്ചാടി പുള്ളിപ്പുൽച്ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി പുൽച്ചാടി തുള്ളി തുള്ളി അലപ്പ്, കൂട്ടില്ലാതെ ഇരിപ്പ് നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി പുൽച്ചാടി. MJ അങ്കിൾ, പുൽച്ചാടികളെ എത്രയും വേഗം എന്തൊക്കെ ചെയ്യൂ പ്ലീസ്. ഇരുടി, എന്തോ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ പുൽച്ചാടിയാണെങ്കിൽ ഇങ്ങനെയാണ്. എങ്ങനെ? അതായത് അക്ഷരങ്ങൾക്കൊക്കെ കുറച്ച് സ്ഫുടത കുറയും, എന്നിട്ട് കുറെ ശ്വാസവും വലിക്കും. അതായത് ചെല്ലം ചാടി നടക്കുന്ന പുൽച്ചാടി നാനും പോലൊരു പുൽച്ചാടി തുള്ളി തുള്ളി അപ്പേ നീയോ നാനോ ചാടി ചെല്ലം, അങ്ങനെയാവും. എനിക്ക് എന്റെ പുഞ്ചിരി മത്സരം ഓർമ്മ വന്നു ഇത് കേട്ടപ്പോ. പക്ഷെ ഇത്രയും കുട്ടിയല്ല കേട്ടോ വരാൻ പോകുന്നത്. ഇതിലൊക്കെ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള അതില് വലിയ ഒരാളാണ്. കുട്ടിയാണ് വരാൻ പോണേ. അതെ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ധ്യാനക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. മധുങ്കളെ ഓ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? മധുങ്കള് നേരത്തെ കണ്ടിട്ടുണ്ടോ? മധുങ്കള എവിടെയായി? മധുങ്കള് കുറച്ച് യാത്രയൊക്കെ പോയേക്കായിരുന്നു, തിരിച്ചു വന്നു. പുൽച്ചാടി എന്ന് പറഞ്ഞിട്ട് പാപ്പാത്തിയാണല്ലോ തലയില്. അപ്പുറത്തെ സൈഡ്. പൂമ്പാറ്റ. ആ പൂമ്പാറ്റ. ആരാ പുൽച്ചാടി? ആണോ? ആ പച്ച ദേ ഉടുപ്പ് പച്ച പുൽപ്പാടി, സോറി പച്ച പുൽച്ചാടി. എവിടെന്നാ വരണ പുൽച്ചാടി? എവിടെന്നാ വരണ പുൽച്ചാടി? പുൽച്ചാടി എവിടുന്നാ വരണേന്ന്? കാട്ടിലോ? കാടോ? കാട്ടുന്നാണോ? എന്ത് ചെയ്യലേ എന്നെ? ഇരുടി, പെട്ടെന്നായിരുന്നു ഒരു നിമിഷം ഞാൻ. കാട്ടിന്നല്ലേ അപ്പം? പിന്നെ എവിടുന്നാ? വീട്ടീ വീട്ടിന്നാണോ വരുന്നേ? പിന്നെ എവിടുന്നാ? ചുമ്മാ വരുന്നതാ. വെറുതെ ആകാശത്ത് നിന്നാ വരണേ അല്ലേ? ഇടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ചാടി ചാടി വരുന്നു, അത്രേ ഉള്ളൂ. ഇന്ന് കുറച്ച് നല്ല ഉഷാറിലാണ്. ഞാൻ കളഞ്ഞു മുട്ടായി മഴ കളഞ്ഞോ? എവിടെ കളഞ്ഞു? കാട്ടിലേക്ക്. കാട്ടിലേക്ക് കാട്ടിൽ കളഞ്ഞോ? ബാഗ് എന്തിയെ കൊണ്ടുവന്നിരുന്നേ? ആ ബാഗ് കളഞ്ഞില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. ബാഗ് വീട്ടിലുണ്ട്, മുട്ടായി കളഞ്ഞു. പിന്നെ കാട്ടിൽ എന്താ കളഞ്ഞ? മുട്ടായി മഴ കാട്ടിൽ കളഞ്ഞു. എന്നിട്ട് ബാഗ് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നോ? അപ്പൊ പിന്നെ ഇന്നിപ്പോ മിഠായി മഴ വേണ്ട അല്ലേ? മുട്ടായി മഴ വേണ്ട, ബാഡാത്. ബാഡാണോ? ഇന്ന് തരൂല. മീനൂട്ടി, അത് നീ മീനൂട്ടി മാത്രം തിന്നോ, എനിക്ക് വേണ്ട. അതെന്ത് പറ്റി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ കാരണം? മിഠായി മഴ വേണ്ട, മീനുജി മാത്രം തിന്നോ? മിഠായി മഴ അതെന്ത് വേണ്ട. പറ്റി? അതെന്താ വേണ്ടാത്തെ? നല്ല മുട്ടായി അല്ലായിരുന്നോ? അത് ബാഡാ. അതെന്താ ബാഡാണോ? bad? അതെന്താ ബാഡായേ? എന്താ കാരണം? ലോലിപോപ്പ് ബാഡാ. ആണോ? ബാഡാണോ? ലോലിപോപ്പ് കൊള്ളത്തില്ല. തിന്നാ എന്നാ പറ്റുന്നേ? 5 സ്റ്റാർ ഇഷ്ടമാണോ? 5 സ്റ്റാർ 5 സ്റ്റാർ തിന്നും. ഡയറി മിൽക്ക് ഇഷ്ടമാണോ? ആ തിന്നും. തിന്നുവോ? ഡയറി മിൽക്ക് തിന്നുമല്ലേ? അത് ബാഡല്ല അത്. ഇന്നത്തെ മിഠായി മഴയിൽ ഡയറി മിൽക്കും 5 സ്റ്റാർ ഒക്കെ വരാൻ പോകുന്നുണ്ട്, വേണ്ട അല്ലേ? അയ്യോ, ആ ഡയറി മിൽക്ക് വേണം. ഡയറി മിൽക്ക് വേണോ? dairy milk വേണോ? മറ്റതൊക്കെ ഞാൻ തിന്നോളാൻ. ആ ഓർക്കസ്ട്ര കാര്യം കണ്ടോ?
അവരാരാ? ഓർക്കസ്ട്ര എന്നൊന്ന് പറഞ്ഞേ. ഓർക്കസ്ട്ര. 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 ഓർക്കസ്ട്രയിൽ അവരെ ഭയങ്കര ഇഷ്ടമാണോ? അവരെ ഭയങ്കര ഇഷ്ടമാണോ? പൂച്ചയോ? ആണ്. ചാർജ് വരുന്നുണ്ടെങ്കിൽ അതിലാരെ ഏറ്റവും ഇഷ്ടം? ഉണ്ണിയങ്ങൾ അവിടെ ഉണ്ടോ? ആരും ഉണ്ണിയങ്ങള്. മണിയങ്കിൾ. ധ്യാനക്കുട്ടി, നമ്മള് മൂന്നിൽ ആരാ ഇഷ്ടം? മൂന്നും. അത് പറ്റൂല, ഒരാളെ മാത്രം പറയാൻ പറ്റൂ. ഒരാളൊന്ന് പറ. അത് പറ്റൂല, അത് പറ്റൂല. MJ അങ്കിൾ, ആര്യ ചേച്ചി, മധു അങ്കിൾ, അല്ലെങ്കിൽ ഞാൻ. പേര് മാത്രം പറഞ്ഞാൽ മതി. അല്ല തന്നെ കറങ്ങും. ഷൂല് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ഷൂ ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. ലൈറ്റ് കത്തുന്നുണ്ട്. കൊള്ളാം. അതാണ് പുൽച്ചാടിയുടെ പരിപാടി. ഈ പുൽച്ചാടി പാട്ട് എങ്ങനെയാ? പച്ചപ്പുൽച്ചാടി, എന്നിട്ട് മഞ്ഞപ്പുൽച്ചാടി, ചുമന്ന പുൽച്ചാടി, പുള്ളിപ്പുൽച്ചാടി. അപ്പൊ നമുക്ക് പാടാമോ? പിന്നെയും പിന്നെ ലൈൻസ്, ബാക്കിയുള്ള ലൈൻസ് നമുക്ക് പാടാം. ആര്യ ചേച്ചിയാ? അല്ല, ഞാനല്ല. ആര്യ ചേച്ചിയാ. ആര്യ ചേച്ചിയുടെ സൗണ്ട്. ഞാൻ മൈക്കിന്ന് മാറി. കണ്ടോ, ഞാനല്ലല്ലോ. കൺഫ്യൂഷനേ. മൊത്തം confusion. അപ്പൊ പാടാം. ചുണ്ടനക്കാണ്ട് ശബ്ദം പാടാല്ലേ? പാടാം. ആ പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്താണ്? ലിറിക്സ് കൈതപ്രം അച്ചച്ചൻ. അച്ചച്ചൻ. പിന്നെ മ്യൂസിക് ജോൺസൺ അച്ചച്ചൻ. ജോൺസൺ മാഷൻ. ജോൺസൺ മാഷ്. പാടിയത് വൈശാലി. സിനിമ ഫോട്ടോ. സിനിമ ഫോട്ടോഗ്രാഫർ. വർഷം 2000. 2006. 2006. ഓ പാടി കേട്ടോ. ബൈ ബൈ. ബൈ ബൈ. സീ യു. ബൈ. ടോണ് പച്ചപ്പുൽച്ചാടി, മഞ്ഞപ്പുൽച്ചാടി, ചുമന്ന പുൽച്ചാടി, പുള്ളിപ്പുൽച്ചാടി. ചെല്ലം ചാടിയർക്ക് പുൽച്ചാടി, ഞാനും നിന്നെ പോരു പുൽച്ചാടി. തുള്ളിത്തുള്ളിലപ്പ് കൂത്തില്ലാതെരപ്പ്, നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി. ചെല്ലം ചാടിയർക്ക് പുൽച്ചാടി,
ആരാ വിളിക്കുന്നേ കുഞ്ഞിനെ? ഞാനല്ല ഞാനല്ല ചേട്ടനാണ് ഇവിടെ അവിടെ നിന്ന് ആരോ മധുവങ്കൽ അതെ 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 ഞാനല്ലാട്ടോ കറക്റ്റ് കണ്ടുപിടിച്ചു. കണ്ടു ഞാനും കൂടി കണ്ടുപിടിച്ചു. ഞാനല്ല MJ ജയദ്രംഗിൾ അത്. അതെങ്ങനെ പാടിയ ചെല്ലം എങ്ങനെ പാടിയേ? ആ അതന്നെ ഒന്ന് പാടിത്തരാമോ? ചെല്ലം ചാടിയർക്ക് ആ അതാണ് ചാടി. ആ അത് കൊള്ളാം കേട്ടാ. നൈസ്. പിന്നെ ഇടയ്ക്ക് പറയാ എറ്റും പൊറ്റും തിരിയാറ്റ അതെന്റെ അന്നു എത്തും പൊട്ടും തിരിയാണ് തൂതു തൂതേ തുതുപ്പുള്ള മതമേത്തി ഞാൻ പാടില്ലേ? അതെങ്ങനെ പാടിയേ? തുടുപ്പുറ മനമേറ്റിൽ ആ അതാണ് പിന്നെ തുതു തുതേ തുതുപ്പുള്ള മനമേറ്റിൽ. ആ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ? പിന്നെ പച്ച 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 നിറമുന്ന മുനുമു പച്ച നിറമുന്ന മുനമൂത്ത് പച്ച പച്ച നിറമുള്ള മുളമൂട്ട്. ലായും ലായും ഇല്ല, നായാണ്. എല്ലാം നായാണ്. കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് രംഗലന്റെ MJ ജിതേന്ദ്രൻ. ആ വേറെ പാട്ടറിയാം. ജയദ്രഥനാ, ജയദ്രഥൻ. ജയദ്രഥന്റെ വേറെ ഏത് പാട്ടറിയാം? ജയദ്രംഗിൾ. അല്ല ഹമ്മിങ് വേണ്ട, പാട്ട് മതി. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരുന്നേ നീരൻ വീട്ടിലല്ലേ കനി നീ പൂര പൂരേ നാവങ്ങനെ എന്നെ നെഞ്ചാറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. സൂപ്പർ സൂപ്പർ, കലക്കി അടിപൊളി. ഈ പാട്ടിന് എപ്പോഴെങ്കിലും അങ്കിൾ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. MJ ജയദ്രംഗിൾ ഈ പാട്ടിന്. MJ ജയദ്രംഗിൾ. ഇതുപോലെ ആരും പാടി കേട്ടിട്ടില്ലല്ലോ ഇല്ലേ, ആരും കേട്ടില്ല. ഇത്രയും നാളായിട്ട്. ഞാൻ കേട്ടിട്ടില്ല. അതും ഹമ്മിങ് പാടാൻ പോയി. അതെ, ആ ഹമ്മിങ് എങ്ങനെയായിരുന്നു? ഓക്കെ. ആഹാ. കമ്പോസ് ചെയ്ത് ഇല്ല, ഒന്നും പറഞ്ഞില്ല. പുതിയ പാട്ട് എന്ത്? ഉണ്ടാക്കുന്നത്? ഒന്നും പറഞ്ഞില്ല. എനിക്ക് മുട്ടായി മഴ വേണ്ട. മുട്ടായി മഴ വേണ്ടേ? ഓക്കേ, വേണ്ട. എന്താ കാരണം? തിന്നു എനിക്ക് വേണ്ട. ശരി, ഓക്കെ. അപ്പൊ ഡയറി മിൽക്ക് വേണ്ടേ? ആ, അയ്യോ, ഡയറി മിൽക്ക് വരും. അത് മതി. എല്ലാം ഒരുമിച്ചല്ലേ വരുന്നത്? ഒരുമിച്ചാ വരണേ. മധുവങ്കളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ ചോദിക്കാം, എന്നിട്ട് മുട്ടായി മഴ വീഴ്ത്താം. മധുങ്കളുടെ ആ ആ, പാട്ടില്ലേ അതേത് പാട്ടാ? കാളിത്തോറ് അത് ഞാൻ പാടിയതാ. അത് മധുവങ്കൾ ഒരു ക്രിസ്മസിന് ഇവിടെ പാടി. ആ, അങ്ങനെ. അത് മധുവങ്കളുടെ പാട്ടാ. കാളിത്തോറത്തിൽ പിറന്നവനെ കാണുന്നരെ നഞ്ഞവനെ കാളിത്തോറത്തിൽ പിറന്നവനെ കാണുന്നരെ നഞ്ഞവനെ കനുന കനുറന്നിറങ്ങുന്നേ. ചോരയായി പാതിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ ചോരയായി പാതിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ ഓ അതിരുന്നു. ആ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാളിത്തോളത്തിൽ പിറന്നവനെ കാണുന്നരെ നഞ്ഞവനെ. വെരി ഗുഡ്. ആഹാ, ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. ദേ, ഇപ്പൊ തന്നെ- ക്രിസ്മസിന് ഇതിനേക്കാളും വലിയ പ്രസന്റ് എന്താ? അതെ 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 അതെ. ഈ കുഞ്ഞിന്റെ പാട്ടല്ലാതെ അല്ല, അവൾ ഉദ്ദേശിച്ചതല്ല. ഇതില് ചരണത്തിൽ മധുസാറിന്റെ പേരുണ്ട്. അപ്പൊ അവൾ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണല്ലേ? അത് ശരി. ഉലകിനുയരായി അതിലൊരു ഭാഗത്തിൽ മധു എന്നുള്ള മധുബാലകൃഷ്ണൻ പേരുണ്ട്. മധു എന്നുള്ള പേരുണ്ട്. അതാണ് കാര്യം. അത് മധുവങ്കളുടെ പേരല്ലേ എന്ന് പറഞ്ഞതാ. ഓ, അത് ശരി. വരുന്നുരയായി മധുസൻ മധുവ അതാണല്ലേ? ഓ, അത് ശരി. താങ്ക് യു താങ്ക് യു താങ്ക് യു. അടിപൊളി. ധ്യാനക്കുട്ടി, എന്താ കൺമണി, എന്താ കൺമണി.
അൻപോടെ കാതളം അങ്ങനെ പറഞ്ഞാൽ ഞാനേ ആ. പൂച്ചേനെ പോരെ സൗണ്ട് ഉണ്ട്. പൂച്ച പോലെ ശബ്ദം എടുക്കോ? അപ്പൊ ഞാൻ പട്ടി പോലെ ശബ്ദം എടുക്കും. ആ ഓ, എന്തൊരു വാശിയേറി അതെ, രണ്ടുപേരും ഒരേ ആരും കൺമണി. കൊടുക്കുന്നില്ല. നല്ല രസമുണ്ട്, ക്യൂട്ടാണ് കാണാനും കേൾക്കാനും. ആ ചിരിയും അതും സൂപ്പർ ആയിരുന്നു കേട്ടോ. മിഠായി മഴയ്ക്ക് വെയിറ്റ് ചെയ്യായിരിക്കും. ചോക്ലേറ്റ് മഴ. അപ്പൊ നമുക്ക് മഴ പെയ്യിപ്പിക്കാമോ ചേട്ടാ? ആ. അപ്പൊ പോരട്ടെ ഒരു മിഠായി മഴ. മധുരമഴ. വേണോ ഇത്? വേണ്ടെന്നല്ലേ പറഞ്ഞു? വേണ്ടത് മാത്രം എടുത്താ മതി. ബാഡാന്നാ പറഞ്ഞേ. ലോലിപോപ്പാണ് ആദ്യം എടുത്തത്. മഞ്ച എടുത്തത്. മഞ്ച്. മഞ്ച് എടുത്തു, അത് ബാഡല്ല. ജെംസും ബാഡല്ല. അത് ബാഡല്ല. നല്ലത് മുട്ടായ. മതിയോ കുഞ്ഞിന്? ഇത് മാറ്റം മതിയോ? എന്നാ ഓക്കെ, ബൈ. ചെല്ലം ബൈ. ബൈ. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഞാനും നിന്നെ പോലെ വിളിച്ചാടേ. വിളിച്ചാടേ. മധുങ്കൾ ഇനി വരാൻ പോകുന്നത് ചെന്നൈയിൽ നിന്നും ഒരാളാണ്. റൈക്ക. അതെ, നമ്മുടെ റൈക്ക കുട്ടി എത്തുന്നു മെലഡി റൗണ്ടുമായിട്ട്. ലെറ്റ്സ് വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് റൈക്ക കുട്ടി, സുഖാണോ? സുഖാണ്, സുന്ദരിയായിട്ടുണ്ട്. ഞാനും സുഖാണ്. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതെ, പർപ്പിൾ കളറാണ് അത്. പർപ്പിൾ. നമ്മുടെ പഴയ മൂവീസിലെ ഐശ്വര്യ റോയുടെ ഒരു സ്റ്റൈലിംഗ് ഇതുപോലെ അല്ലേ? ഇങ്ങനെ ഇതുപോലത്തെ ഇയറിംഗ്സ് ഒക്കെ ഇട്ടിട്ട് പേർപ്പിൾ ആണോ റോജാവേ? പർപ്പിൾ റോസ് ഫ്ലവർ. ഐശ്വര്യ റായ് മാതിരി എല്ലാം ഇருக்கு. അതെ. ഏത് പാട്ടാ പാടുന്ന ഐശ്വര്യ റോയ്? കാറ്റേ നീ വീശരുതിപ്പോൾ, കാറ്റേ നീ വീശരുതിപ്പോൾ, വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ, തോണിയിൽ എന്റെ ജീവനിരിപ്പൂ. ഇത് തമിഴിൽ പാടുന്ന എപ്പടി இருக்கும்? കാറ്റേ നീ ഇപ്പോ വീശാതെ, കാറേ നീ ഇപ്പോ പെയ്യാതെ, പെയ്യാതെ. ആരോമൽ. അതൊക്കെ എന്നെ അതൊക്കെ തന്നെ തമിഴ്. ആറോമൽ. ആരോമൽ തോണി എന്നോട് എന്നോട് ചമത്തെന്ന് വെച്ചോ. ആരോമല് ചമത്ത് തോണിയില്ല, തോണിയില് എന്നോട് ജീവനോട് ജീവൻ ഇருக்கு. എന്നോട് ഉയരോടെ ഉയരിருக்கு. ഓക്കെ, നല്ല രസം. ഡീറ്റെയിൽസ്. മൂവി കാറ്റ് വന്ന് വിളിച്ചപ്പോൾ, ഇയർ 2001, കമ്പോസർ MG രാധാകൃഷ്ണൻ സാർ, ലിറിക്സ് തിരുവല്ലൂർ കരുണാകരൻ സാർ, തിരുനല്ലൂർ കരുണാകരൻ സാർ, പാടിയത് ചിത്രമ്മ. വെരി ഗുഡ്. ഇനിയൊരു സാധനം ഉங்கள்கிட்ட சொல்லறதுக்கு இருக்கு. என்ன சாதனம்? സാധനം ഒരു തിങ് ഒരു തിങ്ക്, കാര്യം. ഒരു കാര്യം ഒരു ഒരു കാര്യമാ ചൊല്ലുവാ. ഇന്നും ഒരു വാർത്ത എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇപ്പം ഇന്നൊരു സാധനം എന്ന് പറയുന്നത്. நல்ல ப்ரோக்ரஸ் உண்டு. தேங்க் யூ. அப்போ நான் வந்து 2 இருக்க ശബരിമലയ്ക്ക് പോയിരിക്കേനെ. ഇപ്പൊ അയ്യപ്പ സീസൺ അല്ലവാ. അപ്പോ ഞാൻ வந்து 2 இருக்க ശബരിമലയ്ക്ക് പോയിരിക്കേനെ. ഇപ്പൊ അല്ല, മിന്നാടി. ഇപ്പൊ எனக்கு 10 வயசானதுனால என்னால் போக முடியாது. அப்போ செகண்ட் டைம் வந்து என்னோட அப்பாவோட ஃப்ரெண்டோட ஒரு களபாபிஷேகம் இருந்தது. அந்த களபாபிஷேகத்துல நான் அப்பா, அப்பாவோட ஃப்ரெண்டோட குட்டிகள் அவ எல்லாரும் தான் இருந்தா. யாருமே இருக்கல கோவில்ல. அப்போ சுவாமியோட நடக்கு முன்னாடி எனக்கு வந்து லைக் 3 விருத்தம் பாட முடிஞ்சது. 45 minutes அங்கே இருந்தோம் நாங்கள். அப்போ அது எனக்கு ரொம்ப பிளெஸ்ஸிங்கா ஃபீல் ஆச்சு. ஒரு விருத்தம் அதுல வந்து நான் TS ராதாகிருஷ்ணன் சாரோட கேட்டு படிச்சதாக்கம் அந்த ஒரு விருத்தம். அப்படியா? ஆமா, அது ரொம்ப ஹியூஜ் பிளெஸிங் இல்லையா? ஆமாம். அங்கே 45 minutes அங்கே நின்று. ஆமாம், எனக்கு நேத்துக்கு அவரோட ரெக்கார்டிங் தான் இருந்தது. ஓ அப்படியா? ஆமா. சரி ரைக்கா, அப்போ ஆல் தி பெஸ்ட். தேங்க் யூ. നല്ലോണം പാടണം. നല്ല പാട ഓൾ ദി ബെസ്റ്റ്. നല്ല പാട വേണം. നല്ല പാട വേണ്ടും. നന്നാ പാടണം. നന്നാ പാടണം റൈക്ക കുട്ടി. ഓൾ ദ വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
റൈക്ക കുട്ടി നൈസ്. റൈക്ക ഐശ്വര്യ റായ്. I think this was your best till now, Thank you. till date. Thank you. Agreed. ഞാൻ ശരിവെക്കുന്നു. Yes. சரி வை. அதுல வந்து your voice வந்து ரொம்ப பியூட்டிஃபுல்லா இருந்தது. യെസ് Thank യെസ്. you. அது சாங்கோட டியூனோட merge பண்ணி அது வந்து லிசனர்ஸுக்கு ஒரு ஒரு டிஃப்ரெண்ட் ஒரு எக்ஸ்டசி மூட் കൊടുത്തത്. Thank you. മലയാളം പ്രൊണൗൺസിയേഷൻ നന്നായിരുന്നു. യെസ്. ഒന്നാമത് ഇതൊരു കവിതയാണ്. ഈ കവിത എടുത്ത് അത് സിനിമയിൽ ഉപയോഗിച്ചതാണ്. ഇതിന് ഡയറക്ടർ ശശി സാറാണ്. ശശി സാർ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഒരുപാട് സിനിമകൾ തന്നിട്ടുണ്ട്. പച്ചപ്പനന്തത്തെ യെസ് യെസ്. അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള പാട്ടാണ്. മയങ്ങിപ്പോയി എന്നുള്ള പാട്ട്, മെല്ലെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള പാട്ടുകളാണ്. നോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അതുപോലെ 1-2 സിനിമകൾ അദ്ദേഹത്തിനോട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയാണിത്. MG രാധാകൃഷ്ണൻ സാറിന്റെ ആണ് ഇതിന്റെ ഈണം. സച്ച് എ ഗ്രേറ്റ് ലെജൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം. മെലഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് MGR. അതാണ് എപ്പോഴും അങ്ങനെയാണുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ മെലഡിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് തിരുനെല്ലൂർ കരുണാകരൻ. ഓക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ യു ഡിന്റ് എക്സാജറേറ്റ് എന്നുള്ളത്. ഇതിൽ എക്സാജറേഷൻ വന്നാൽ അപ്പം കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഇല്ലാതെ കാരണം കാറ്റേ നീ വീശരുതിപ്പോൾ, ഇപ്പൊ വീശരുതേ, കാറേ നീ പെയ്യരുതേ, ഈ ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ ഇരിക്കുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഈണം കൂടിയാണ്. അത് ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ കൂടെ വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് മോസ്റ്റ് വണ്ടർഫുൾ. എനിക്ക് നീന്തുന്നൊരു നീർക്കിളി പോലെ പാടിയില്ലേ, ആ സംഗതി സൂപ്പറായിരുന്നു. 100-ൽ 200 മാർക്ക്. Thank you. പിന്നെ രണ്ടാമത്തേല് ജലറാണികളെന്നും ചൂടും, ആ ചൂടുമിൽ അതുപോലത്തെ സംഗതിയല്ലേ. അത് റൈക്ക ഇതുവരെ പാടിയ സംഗതികളിൽ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഈ 2 സംഗതികളും പാടിയത്. Thank you. അത് അങ്കിളിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. എന്താണ് കാരണം? ബിക്കോസ് അത്രയുമാണ് ഇമ്പ്രൂവ്മെന്റ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. Thank you. പിന്നെ 2 സ്ഥലത്ത് കുറച്ചും കൂടെ ഹസ്കി ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ചിത്രചേച്ചി അങ്ങനെ പാടും, നേരത്തെ സ്നേഹത്തെ ഇല്ലേ. അപ്പൊ അതെങ്ങനെ പാടും? മാറാനിൻ പുഞ്ചിരി നൽകിയ രോമാഞ്ചം മായും മുൻപേ നേരത്തെ 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 പിന്നെയും സീക്രട്ട് ആക്കി. നേരത്തെ അതുപോലെ സ്നേഹത്തിൽ സ്നേഹത്തിൻ മുന്തിരി നീരും. അത് കഴിഞ്ഞിട്ട് കാറ്റേ എന്ന് വരുമ്പോ ഫുൾ വോളിയത്തിൽ വരുമ്പോഴത്തേക്കും അതിന് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ എവിടെയെങ്കിലും വോളിയം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട്. വൈ യു ഡു ദാറ്റ് എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു സ്വെൽ വരുമ്പോഴത്തേക്കും ദാറ്റ് ലിഫ്റ്റ്സ് ദ ഇമോഷൻസ്. അതാണ്. അപ്പൊ അതാണ് പാട്ടിന്റെ ഒരു ഫോർമുല, ഈ പാട്ടിന്റെ. കേട്ടോ? അപ്പൊ ഐ എം സോ ഹാപ്പി ഫോർ യു Thank you. ആൻഡ് പ്രൗഡ് Thank you. that finally you have made it to this position today. കേട്ടോ? Okay. Thank you. റൈക്ക ബേബി, റൈക്ക ബേബിയുടെ എല്ലാ സോങ്സും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. Thank you. ഇന്ന് പാടിയതാണ്. Thank you. ഓക്കെ. വോയിസ് ഒക്കെ നല്ല സ്റ്റഡി ആയിട്ട് വന്നു. നല്ല വോയിസ് ആണ്. Thank you. ഇപ്പൊ എന്താ ആ നീർക്കിളി പോലെ വളരെ നന്നായിരുന്നു. Thank you. അത് പക്ഷെ നെക്സ്റ്റ് ലൈനിൽ ആലോലം ആലോലം പോകുന്ന പകലെ അത് കുറച്ചൊന്ന് ശരിയാവാനുണ്ട്. പിന്നെ ഞാൻ എന്താണ് ഏകുവതപ്പോൾ, ഞാൻ എന്താണ് ഏകുവതപ്പോൾ, அந்த ലൈൻ കൂടെ കൊഞ്ചം അത് കൊഞ്ചം പാടുறீங்களா? അതന്നെ. ഇപ്പൊ കുറച്ചും കൂടി എത്തി. നേരത്തെ കുറച്ച് എത്താനുണ്ടായിരുന്നു മുകളിലേക്ക്. അതേട്ടാ. ഓക്കെ, ഇപ്പൊ ശരിയായി. ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. ரொம்ப அழகா പാടുന്നീങ്ക. ഓക്കെ ഓക്കെ. ഞാനും സെയിം സാധനങ്ങളാണ് അതേ മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ആലോലം പോകുന്നകലെ, ഞാൻ എന്താണ് ഏകുവതപ്പോൾ, പിന്നെ കുറച്ച് സ്ഥലത്ത് പിച്ചിങ്ങനെ അതെ അവിടെ ഫ്ലാറ്റ് ആയത്. സെയിം സാധനം. ഞങ്ങളുടെ പേപ്പർ മറ്റേ ഫോട്ടോ കോപ്പി പോലെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പൊ അവിടുത്തെ കുഞ്ഞ് ക്ലാരിറ്റി ഇഷ്യൂസ് മാത്രം. മോള് രണ്ടാമത് പാടിയപ്പോ കറക്റ്റായി. ഓക്കെ. I am also super proud of the progress you made. Thank you.
ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു മുന്നേ എല്ലാ പ്രാവശ്യം പാട്ട് പാടുമ്പോഴും നമ്മളൊരു കാര്യം പറയാണ്ട്, ബിന്നി മാം കിட்ட കേൾക്കണം, ബിന്നി മാം കിட்ட കേൾക്കണം, അത് എപ്പടി കറക്റ്റാ പാടണോ അത് ബിന്നി മാം കിட்ட കേൾക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്രാവശ്യം ആരെങ്കിലും പറഞ്ഞോ? എന്താ പറയാഞ്ഞ്? ഞാൻ നന്നായി പാടിയത് കൊണ്ട്. കറക്റ്റായിട്ട് പാടിയത്. ഓ, മലയാളം വന്നു. മലയാളം നല്ല ഒഴുകാ അതെ. അപ്പൊ റൈക്ക ബേബി കുറെ പ്രാക്ടീസ് ചെയ്യുന്നതും ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും ഒക്കെ പാട്ടിൽ നമുക്ക് കേൾക്കാനുണ്ട്. താങ്ക് യു. അപ്പൊ വി ആർ സോ പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. அப்ப வந்து ரைக்காவுக்கு டுடே இட் இஸ் கோயிங் டு பி 98.25 on 100. താങ്ക് യു. And you are the performer of the day. Congratulations, Raika baby. Inviting Arya Dayal onto the stage. So congratulations, Raika baby, for being the performer of the day. ഇനി നമ്മുടെ ടോപ്പ് സിംഗർ പ്രേക്ഷകർ എല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഒരു മെഡ്ലേ പെർഫോമൻസിനുള്ള സമയമാണ്, നമുക്ക് ആസ്വദിക്കാം. കെട്ടില്ലേ കെട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കൻ കല്യാണം, കെട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം, കരളിൽ തകിലടിച്ചു, നെഞ്ചിൽ ഉത്സവ മത്സരമായി ഉള്ള തുടി തുടിച്ചു, വന്നല്ലോ കല്യാണം, അമ്പിളി ചന്ദനക്കിണം, നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. നിലവേ ഒരെണ്ണത്തിൻ കല്യാണത്തിന് കൂടാം, ആതിരരാവിൽ നിലപ്പിലെ തൂവൽ പോലെ നീട്ടനില്ലയോ, ഇന്നത്തെ രാവിനെന്തൊരു ചന്തം, പൂവിനെന്തൊരു പുളകം, ഇളമഴയ്ക്കെന്ത് കുളിരും, മുളം കാറ്റിനെന്തൊരു താളം, ഹൃദയമധുര വനികയിലെ ദേവദാരുണി, കരളിൽ തകിലടിച്ചു, നെഞ്ചിൽ ഉത്സവ മത്സരമായി ഉള്ളം തുടി തുടിച്ചു, വന്നല്ലോ കല്യാണം, അമ്പിളി ചന്ദനക്കിണ്ണം, നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം.
എന്തോ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേയും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷവും പല്ല് എന്ത് ചെയ്യണം? തേക്കണം. പല്ല് തേക്കണം. അതായത് ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. 3 പേരും നല്ലോണം എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ടാറ്റ പറയുന്നു. നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.